നമസ്കാരം. രാജഭരണവും രാജഭക്തന്മാരുടെ കാലവും കഴിഞ്ഞിട്ട് കുറെ കൊല്ലമായി. പക്ഷേ ഈ ജനാധിപത്യ യുഗത്തിലും ആ തിരിച്ചറിവില്ലാതെ സ്വയം ഒരു നാടുവാഴിയാണ് എന്നൊക്കെ കരുതി ഓരോ ഇടങ്ങളിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മറ്റാരുമല്ല, നമ്മുടെ നിലമ്പൂർ കോവിലകത്തെ അദ്ദേഹത്തെ കുറിച്ചാണ്. അതെ, PV അൻവറിനെ കുറിച്ച്. തൃശൂർ നാട്ടുരാജ്യത്തെ പടക്കുറുപ്പായി സർവ പ്രൗഢിയോടും കൂടി നാടുവാഴുന്ന സുരേഷ് ജിയെ കടത്തിവെട്ടുന്ന ഭാവപ്രകടനങ്ങളാണ് നിലമ്പൂരിൽ നിന്നും അൻവർ കാഴ്ചവെക്കുന്നത്. നിലമ്പൂർ കൂപ്പിലെ തേക്കിനേക്കാൾ തണ്ടല്ലിന് ബലമുണ്ട് എന്ന് വീമ്പ് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഈ PV അൻവറിന്റെ കീഴിൽ എത്ര പോലീസ് കേസുകളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം അത്തരം ഓർമ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കപടവേഷം കെട്ടി ആടി നടക്കുന്ന പാർട്ടിക്കാരെ തിരിച്ചറിയുവാൻ പൊതുജനത്തിന് സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോയാണ് എനിക്ക് നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, നിലമ്പൂർ തമ്പുരാന്റെ മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ നടത്തിയ ചില പ്രകടനങ്ങളുടേതാണ്. അവിടെ പാറാവ് കാത്തിരുന്ന ഒരു പാവം സൈനികനോട് അല്ല, ഒരു പാവം പോലീസ് പടയാളിയോട് ഈ തമ്പുരാൻ കാട്ടിയ അതിക്രമങ്ങൾ ചില്ലറയൊന്നുമല്ല കേട്ടോ. നമുക്കാദ്യം അതൊന്ന് കണ്ടുവരാം. ഔദ്യോഗികമായിട്ട് താമസിക്കുന്ന വസതിയാണ്. അപ്പൊ സാറ് ഇങ്ങോട്ട് കയറാൻ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വസതിക്ക് കയറുന്നില്ല. ഇവിടുന്ന് മുറിച്ചു പോയ മരത്തിന്റെ കുറ്റി നോക്കാനാണ് വന്നത്. ഇവിടുന്ന് കളവായി മുറിച്ച മരം, റെക്കോർഡിലുള്ള മരം, ആ മരം മുറിച്ചത് അങ്ങനെ കളവാണ്. ഒഫീഷ്യലായിട്ട് എഴുതി തരണം. ഒന്നും വേണ്ട സാറ് ഓഫീസിൽ പോയിട്ട് സാറ് കണ്ടിട്ട് എനിക്ക് അയാളെ ഓഫീസിൽ പോകേണ്ട പണിയല്ല. അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നത്. ഇതും ഓഫീസാണ്. എന്തതിന്റെ പേര്? പോലീസ് ക്യാമ്പ് ഓഫീസ്, SP ക്യാമ്പ് ഓഫീസല്ലേ? ക്യാമ്പ് ഓഫീസ്. സാർ അവിടെ ഒരു ബോർഡ് എന്തത്? അനുവാദം കൂടാതെ അനുവാദത്തിനാണല്ലോ ചോദിക്കുന്നത്. അനുവാദം എന്നോടല്ലേ ചോദിക്കുന്നത്? SP സാർ അനുവാദമാണ്. അപ്പൊ അയാൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ വരുന്ന അനുവാദം വാങ്ങിയിട്ടാണ് അകത്തേക്ക് പോവാ. ഇവിടെ ആരും വരാറില്ല സാറെ കാണാൻ. ആളെ കാണാൻ വരാത്ത അയാൾ മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും. DPO ഒക്കെ പോകണ്ടല്ല. ഞാൻ ഇയാള് മുറിച്ച മരത്തിന്റെ കുറ്റിയാണ് വന്ന DPO പോയ മരം കാണുമോ? അല്ല, നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കുകയാണ് അല്ലേ? എനിക്കത് കയറി ഈ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ MLA-ക്ക് കയറി അത് നോക്കാൻ പാടില്ല. ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല. പെർമിഷൻ വേണം. അയാൾ അങ്ങേര് എഴുതി തരണം. പിന്നെ അല്ല, നിങ്ങൾ വിളിച്ചു ചോദിക്കും. പിന്നെ ആർക്ക് എന്താ അവനോട് പറയും. എന്തൊക്കെ നിങ്ങൾ ഒരു സീനിയർ ഓഫീസറെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. ID നമ്പറൊക്കെ ലോകത്തെല്ലാ നമ്പറും കിട്ടില്ല. നിങ്ങളുടെ ഹയർ ഓഫീസറുടെ ഒരു വീടിന് കാവലും നിൽക്കുക. ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. PSO അയാളെ തന്നെ വിളിക്കാമല്ലോ കിട്ടിയിട്ടില്ലെങ്കിൽ. നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല അയാളെ വിളിക്കാൻ. പിന്നെന്താ ഹയറാർക്കി ലെവലിനെ വിളിക്കാൻ? എന്താ പറയണോ? ഞാൻ ഇങ്ങനെ കാണാൻ വന്നല്ല, മരം കാണാൻ വന്നാന്ന് പറയൂ. ഞാൻ മരത്തിന്റെ കുറ്റി കാണാൻ വന്ന മുറിച്ചേ. അത് കാണാൻ പെർമിഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നുണ്ട്. നിങ്ങൾ മരം മുറിച്ച് വെക്കുക, എന്നുള്ളത് കയറി ഉണ്ടോ നോക്കാനും പറ്റില്ല. ഒരു സാധാ പോലീസ് കോൺസ്റ്റബിളിനോട് നമ്മുടെ നാട്ടിലെ ഒരു MLA സംസാരിക്കുന്ന ഭാഷയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. നിന്റെ എന്നാണ് അയാൾ ആ മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത്. എത്രമാത്രം ഉത്തരവാദിത്തോടു കൂടി, എത്രമാത്രം ബഹുമാനത്തോടു കൂടിയാണ് ആ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ MLA-ക്ക് മറുപടി കൊടുക്കുന്നത്. പക്ഷേ തന്റെ കീഴിലുള്ള ആരെയോ, തന്റെ അടിയാളന്മാരെ വിളിക്കുന്ന ഭാവത്തിലാണ് MLA ആ പോലീസ് ഉദ്യോഗസ്ഥനെ നിന്റെ, നീ എന്നൊക്കെ ചേർത്ത് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ DGP-യുടെ ഒരു സർക്കുലർ ഉണ്ട്. അത് കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നടപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കുലർ ആണ്. അത് തങ്ങളുടെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു പരാതിക്കാരനെയോ പ്രതിയെയോ നീയെന്നും നിന്റെ എന്നും പേരിട്ട് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ ആണ്. ഈ സർക്കുലർ ഒക്കെ പൊതുജനത്തിനല്ലേ? പോലീസുകാർക്ക് എന്ത് സർക്കുലർ? പോലീസുകാരൻ ഞങ്ങൾക്ക് തോന്നിയത് വിളിക്കും എന്ന് PV അൻവറിനെ പോലുള്ളവർ ഇങ്ങനെ പറയാൻ ധൈര്യം കാട്ടുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ നിയമപരിപാലനം ഇത്രയൊക്കെ മികവായി നടക്കുന്നത് എന്ന കാര്യം നമ്മുടെ മുഖ്യമന്ത്രിയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം തന്നെയാണല്ലോ ഇവിടെ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കൈകാര്യം ചെയ്ത് ഇപ്പോൾ കൈയിട്ട് വാരാന്റെ അവസ്ഥയാണ് ആഭ്യന്തര വകുപ്പിൽ എന്ന കാര്യം PV അൻവർ മുഖ്യമന്ത്രിയെയാണ് ഓർമ്മിപ്പിക്കാൻ നോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിന്റെ ഒരു ക്യാമ്പ് ഓഫീസിൽ നിന്ന് കളവ് പോകുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ് എന്ന കാര്യം ജനങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലൊരു MLA ഉണ്ടെങ്കിൽ സ്വന്തം ആണഹന്തയെ ഏത് ഇടത്ത് ചെന്നും ഏത് പൊതുവായിട്ടുള്ള സ്ഥലത്ത് ചെന്നും ഏതൊരു ഉദ്യോഗസ്ഥന്റെയും മേൽ കുതിര കയറിക്കൊണ്ട് പ്രദർശിപ്പിക്കുവാൻ ആരാണ് ഈ PV അൻവറിനെ പോലുള്ള കുപ്പായമിട്ട രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കുപ്പായത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവർക്ക് അധികാരം കൊടുത്തത്? യഥാർത്ഥത്തിൽ മലപ്പുറം SP യോടുള്ള വ്യക്തി വിരോധത്തിന്റെ പേരിൽ PV അൻവർ അയാളെ ഒന്ന് കുടുക്കാൻ നോക്കുന്നതാണ്. എന്നാൽ അവിടെ സംഭവിച്ച യഥാർത്ഥ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള നാട്ടുകാർക്കും ആ പോലീസ് ക്യാമ്പിനും ഭീഷണി ഉയർത്തിയ മരത്തിന്റെ കുറച്ച് ചില്ലകൾ മാത്രമേ അവിടെ വെട്ടിയിട്ടുള്ളൂ. എന്നാൽ മരം അപ്പാടെ വെട്ടി കളവായി നടത്തിയിരിക്കുന്നു എന്ന ആരോപണവുമായിട്ട് എവിടെയോ ആരോ എന്തോ പറയുന്നത് കേട്ടു. അതിന്റെ വാലെ പിടിച്ച് ഈ PV അൻവറും എത്തിയിരിക്കുകയാണ്. ഏത് വള്ളിയും നമ്മൾ ഏറ്റെടുക്കും എന്ന രീതിയിലാണ് ഈ ആഫ്രിക്കൻ കൊള്ളക്കാരന്റെ ഇപ്പോഴത്തെ പ്രകടനങ്ങൾ. ആഫ്രിക്കൻ കൊള്ളക്കാരൻ എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ല കേട്ടോ. ആഫ്രിക്കയിലെ രത്നഖനികൾ കരിച്ചെടുക്കാൻ പോകുന്നു. ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനികൾ താൻ കുഴിച്ചെടുക്കാൻ പോകുന്നു. 25,000 കോടിക്ക് മേലുള്ള ഒരു വലിയ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് താൻ തന്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് എത്ര കാലത്തേക്ക് വേണമെങ്കിലും മാറി നിൽക്കാൻ തയ്യാറാണ്. അതിന്റെ പേരിൽ ജനങ്ങൾ എന്നെ കുറ്റം പറയില്ല. ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ PV അൻവർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അധികാരം എന്നത് ഏതൊരു മനുഷ്യനെയും ദുഷിപ്പിക്കുന്ന മത്ത് പിടിപ്പിക്കുന്ന കറുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. PV അൻവറിനെ പോലെ ഇത്രമാത്രം ഈഗോയുള്ള ഇത്രമാത്രം അഹന്തയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അധികാര പ്രമത്തത കാണേണ്ടിടങ്ങളിൽ കാണിക്കാൻ താൻ തയ്യാറാണ് എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു പ്രകൃതം ഒക്കെയാണ് ഇവിടെ ഈ പോലീസുകാരന്റെ മുന്നിലും അയാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. അൻവറിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ CPIM-ന്റെ മലപ്പുറം ജില്ലയിലുള്ള നേതാക്കന്മാർ തന്നെ തിരുത്താൻ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അൻവറിനെ മലപ്പുറം ജില്ലാ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയും പാർട്ടി നേതാക്കന്മാർ ശകാരിച്ചു എന്നുള്ള വാർത്തകൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. അൻവർ പതിവ് പോലെ അതൊക്കെ അങ്ങ് നിരാകരിച്ച് കളയുകയാണ്. പക്ഷേ ആശാന് നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വീഡിയോയിൽ എത്ര മനോഹരമായിട്ടാണ് ആ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളോട് പറയുന്നത്. സാർ ഒന്ന് നോക്കൂ, ഈ ഓഫീസിന്റെ മുൻപിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട് അനുവാദമില്ലാതെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇയാൾ പറയുകയാണ്, ഓ അതൊന്നും എനിക്ക് ബാധകമല്ല, എനിക്ക് അനുവാദം തരൂ, ഞാൻ ഇവിടെ അയാളെ കാണാനാണ് വന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉള്ളിലേക്ക് പോകണം, നിങ്ങൾ മുറിച്ച മരത്തിന്റെ വേര് എനിക്ക് കുഴിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു നാടകം കളിക്കുന്ന, അനാവശ്യമായിട്ട് മീഡിയ അറ്റൻഷൻ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ നടത്തുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇത്രയും റാങ്കിൽ കുറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് എന്തുമാകാം എന്ന രീതിയിൽ ഈ അൻവറിന്റെ കൂടെ വന്ന PR ടീം അയാളുടെ ആ നെയിം ബോർഡ് അയാളുടെ നെഞ്ചത്ത് എഴുതി ഒട്ടിച്ചിരിക്കുന്ന പേരിലേക്ക് സൂം ചെയ്യുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ആരെയും അധിക്ഷേപിക്കാൻ മടിയില്ലാത്ത, സൈബർ ബുള്ളിങ് ചെയ്യാൻ മടിയില്ലാത്ത PV അൻവറിനെ പോലുള്ളവർ ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ഇത്തരം കർക്കശമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം അമ്മായപ്പനും താനും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ നിയമലംഘനമുണ്ടല്ലോ, പ്രകൃതി ലോല പ്രദേശത്ത് താൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ ഉണ്ടല്ലോ, അതാദ്യം പൊളിച്ചു കളയാനുള്ള അന്തസ് ഉണ്ടാകണം. അന്തസ്സിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് പൊതുവെ ഇപ്പോൾ ഒരു ചൊറിച്ചിൽ ഉണ്ടാകും. കാരണം നിങ്ങളുടെ അന്തസ്സിന്റെ മൊത്തക്കച്ചവടക്കാരനായിട്ടുള്ള മുകേഷിനെ നിങ്ങൾ സംരക്ഷിക്കുകയല്ലേ. ആ സംരക്ഷണം തീർക്കുന്ന നിങ്ങൾ തന്നെയാണ് ഈ അൻവറിനെ പോലുള്ള ഇത്തരം പോക്കരികളെ, ഇത്തരം തെമ്മാടികളെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ അടിവേരിളക്കാൻ പോന്ന ഇത്തരത്തിലുള്ള പെരിച്ചാഴികളെ പുകച്ച് പുറത്തു കാട്ടാനുള്ള അന്തസ്സാണ് ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാട്ടേണ്ടത്.